ഒടുവിൽ ബീഹാർ ജനവിധി പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രസന്ധികളിൽ നിർണായക ഗതി സൃഷ്ടിച്ച നാടാണ് ബീഹാർ. ബീഹാറിൽ സർക്കാരുണ്ടാക്കുന്നവർ രാജ്യം ഭരിക്കുമെന്നതിലെ രാഷ്ട്രീയ അല പ്രസിദ്ധമാണ്. അത്തരം ഗതിവിഗതികളെ പുതിയ കാല രാഷ്ട്രീയം പുതുക്കി നിർണയിച്ചിട്ടുണ്ട്. പിന്നീട് ജാതി സെൻസസിനും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പ് ബീഹാറിന്റെ ചരിത്രത്തിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ ജനവിധി ഒഴികെ ബാക്കി എല്ലാ വോട്ടെടുപ്പുകളെക്കാളും നിർണായകമായിരുന്നു. BJP JDU സഖ്യം, ഒപ്പം 29 സീറ്റിന്റെ വലിയ ആനുകൂല്യത്തിൽ മത്സരിച്ച ചിരാഗ് പാസ്വാന്റെ LJP, 6 സീറ്റുകളിൽ വീതം മത്സരിച്ച ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയും മുകേഷ് സാഹ്നിയുടെ വികാസിൽ ഇൻസാൻ പാർട്ടിയെ ഇന്ത്യ സഖ്യം ഏറ്റെടുത്തപ്പോൾ മത്സ്യബന്ധന തൊഴിലാളി മേഖലയിലെ നിഷാദ മല്ല സമുദായ വോട്ടുകൾ അനുകൂലമാകുമെന്ന് മഹാസഖ്യം കരുതി. കോൺഗ്രസ് RJD സീറ്റുകളിലേക്ക് തീരുമാനമാകാൻ വൈകിയത് തുടക്കത്തിൽ NDAക്ക് മേൽക്കൈ നൽകുകയും ചെയ്തു. 2 പ്രധാന മുന്നണികൾക്ക് പുറമെ അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയും രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എന്ന രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ പശുപതി കുമാർ പരശന്റെ പാർട്ടിയും അടങ്ങുന്ന മറ്റൊരു കൂറുമുന്നണിയും മത്സരിച്ചു. ബീഹാർ വോട്ടുകളുടെ വിഘടിത രൂപം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇതിനു പുറമെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്തപുത്രനും RJD വിമതനുമായ തേജ് പ്രതാപ് യാദവ് സ്വന്തമായി മഹുവയിൽ മത്സരിച്ചത് RJDയെ ബുദ്ധിമുട്ടിച്ചു. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി വലിയ രീതിയിൽ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയതും പല മേഖലയിലും ചലനമുണ്ടാക്കിയതും ബീഹാർ കണ്ടു ഇത്തവണ. കഴിഞ്ഞ 2 വർഷത്തിനിടെ തെരഞ്ഞെടുപ്പ് നടന്ന 8 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വെൽഫെയർ പദ്ധതികൾക്ക് ചെലവിട്ടതിൽ 2ാം സ്ഥാനം നിതീഷ് സർക്കാരിനാണ്. 19,333 കോടി. ഇതിൽ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയ്ക്കായി മാത്രം JDU സർക്കാർ 12,100 കോടി രൂപ ചെലവാക്കി. 10,000 രൂപ 72 ലക്ഷം സ്ത്രീകൾക്ക് ലഭ്യമാക്കി. തെരഞ്ഞെടുപ്പിന് തലേമാസം വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരെയും ഗ്രാമീണ മേഖലകളെയും JDU കയ്യിലെടുക്കാനും ശ്രമിച്ചു. 17.7% മുസ്ലിം ജനസംഖ്യയുള്ള ബീഹാറിൽ മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിൽ ഒവൈസിയും പ്രശാന്ത് കിഷോറും പല മണ്ഡലങ്ങളും നിർണായക വിഘടിത ശക്തികളാവുകയും ചെയ്തു. ഏതാണ്ട് പകുതി ജനസംഖ്യ മുസ്ലിങ്ങളുള്ള സീമാഞ്ചലിൽ ഒവൈസി സ്ഥാനാർത്ഥികൾ പ്രതിസന്ധി സൃഷ്ടിച്ചത് മഹാസഖ്യത്തിനാണ്. മോദി നടത്തിയ 1 ഡസൻ റാലികൾ എല്ലാ ഗ്രാമീണ മേഖലയിലും LED വാളുകൾ വഴി BJP എത്തിച്ചു വാനുകളിൽ. ഇത് UP തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തന്ത്രമാണ്. ശക്തമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ബീഹാറിൽ BJP നടത്തി. ജാതി സെൻസസിനും SIRനും ശേഷം സ്ഥാനാർത്ഥി നിർണയ അനുപാതത്തിൽ മാറ്റങ്ങളോടെയാണ് ഇത്തവണ JDUവും BJPയും പട്ടികയുണ്ടാക്കിയതെന്നതും ശ്രദ്ധേയമാണ്. RJD യാദവ സ്ഥാനാർത്ഥികളെ കുറച്ചു. EBC വിഭാഗത്തെ കൂടുതൽ ഉൾപ്പെടുത്തി. നിതീഷിനോട് കൂറുള്ള കോരി കുശ്വാഹ അടക്കമുള്ള BC കമ്മ്യൂണിറ്റികൾക്ക് പുറമെ മഹാദലിത് EBC വോട്ടർമാരെ BJP കാര്യമായി സ്വാധീനിക്കാനും ശ്രമിച്ചു. 2020 ബലാബലവും തൂക്കുമന്ത്രിസഭാ സാധ്യതയും വഴി തുറന്നെങ്കിൽ 2024 ലോക്സഭയിലേക്ക് NDAക്ക് വ്യക്തമായ ആധിപത്യം 96 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കി ബീഹാർ എന്നതും പ്രത്യേകം ഓർക്കണം. പോളിംഗ് എന്ന റെക്കോർഡിലേക്ക് ഇത്തവണ ബീഹാർ പോയി. SIRൽ പുറത്താക്കപ്പെട്ടവരിലെ യോഗ്യരായവരുടെ അസാന്നിധ്യം ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകതയാണ്. തൊഴിലില്ലായ്മ പ്രശ്നമാണ് ബീഹാറിൽ. തൊഴിലില്ലായ്മ നിരക്ക് 7% നിന്ന് 3% കുറഞ്ഞുവെന്ന് ലേബർ വകുപ്പ് പറയുമ്പോഴും സാധാരണ തൊഴിലിൻ്റെ മുകളിലേക്ക് അവരുടെ ജീവിത സാഹചര്യം മാറുന്നില്ലെന്നാണ് പഠനം. 243 മണ്ഡലങ്ങൾ ജനവിധി തേടിയതിൽ 38 പട്ടികജാതി മണ്ഡലങ്ങളും 2 പട്ടികവർഗ മണ്ഡലങ്ങളും ഉണ്ട്. 7.43 കോടി വോട്ടർമാരിൽ 67% വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 83 വയസ്സിന് മുകളിൽ പ്രായമുള്ള 4 ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നു. ഒപ്പം പുതിയ വോട്ടർമാരും. 68.79% കനത്ത പോളിംഗ് 2ാം ഘട്ടത്തിൽ അടയാളപ്പെടുത്തിയത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തായിരുന്നു. വോട്ടെടുപ്പിനോട് പൊതുവെ പ്രതികരിക്കാത്ത UP, ജാർഖണ്ഡ്, നേപ്പാൾ അതിർത്തി മേഖലകളിലെ ബൂത്തുകളടക്കം വോട്ടിൽ പങ്കെടുത്തു. മാവോയിസ്റ്റ് അതിക്രമങ്ങളെ തുടർന്ന് വോട്ടെടുപ്പ് നടക്കാതിരുന്ന 2 ഗ്രാമങ്ങളിൽ ഇത്തവണ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പും നടന്നു.
12 സീറ്റിൽ ഫ്രണ്ട്ലി ഫൈറ്റ് ഉണ്ടായതും സഖ്യം പ്രഖ്യാപിക്കാൻ വൈകിയതും മഹാസഖ്യത്തിന് ഇത്തവണ തിരിച്ചടിയായി. മറ്റൊന്ന്, ജംഗിൾ രാജ് ഓർമ്മിപ്പിച്ചുള്ള മോദിയുടെ പ്രസംഗങ്ങളടക്കം ഓർക്കാൻ RJDയുടെ പട്ടികയിലെ ഗാങ്സ്റ്റർ പശ്ചാത്തലമുള്ള നേതാക്കൾ മത്സരിച്ചത് വിനയായി. ഏതായാലും JDU സർക്കാരിന് അധികാര തുടർച്ച നൽകിക്കൊണ്ട് ജനം ബീഹാർ രാഷ്ട്രീയത്തെ വീണ്ടും BJPയുടെ കുടക്കീഴിൽ നിലനിർത്തിയിരിക്കുന്നു. മഹാസഖ്യം ഇനിയും അറിഞ്ഞു കളിക്കാനുണ്ട്, അടവുകൾ എടുക്കുമ്പോൾ കൂടുതൽ പഠിക്കാനും. ഇതാണ് ഇത്തവണത്തെ ഫലം കൊണ്ട് ബീഹാർ മഹാഗഡ്ബന്ധന് നൽകുന്ന മറുപടി.